ഹായ് ഡിയേഴ്സ്, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അൽഹംദുലില്ലാഹ് ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ ഞാൻ രാത്രിത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രാത്രി ഞാൻ വൈകുന്നേരം കേട്ടോ ഈ വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങണത്. അപ്പോൾ നമ്മൾ അകത്ത് വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകളില്ലേ, വെള്ളത്തിൽ വെച്ചിരിക്കുന്ന പ്ലാന്റ്സുകൾ കേട്ടോ, അതൊക്കെ ഒന്ന് വെള്ളം മാറ്റി കൊടുക്കുക എന്നുള്ളതിൽ അങ്ങനെ നിൽക്കാം കേട്ടോ. അപ്പോൾ ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്, മഗ്‌രിബ് ബാങ്ക്. അപ്പോൾ ബാങ്ക് കൊടുക്കണ മുന്നേ ഞാൻ ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾ കളിക്കാൻ പോയിട്ട് വന്നിട്ടില്ല, അപ്പോൾ അവർ വന്നിട്ട് കുടിക്കണം എന്നുള്ളതിലിട്ട സാധാ മഗ്‌രിബിൻ്റെ ശേഷം കേട്ടോ ചായ കുടിക്കുക. ചിലപ്പോൾ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ടാവും കുടിക്കൽ, അല്ലെങ്കിൽ പിന്നെ അവർ കളി കഴിഞ്ഞ് വന്ന പാട് ചായ കുടിച്ചിട്ടാവും പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ അതിൻ്റെ മുന്നേ ഞാൻ എന്താ പറയുക, പ്ലാന്റ്സുകളൊക്കെ ഒന്ന് വെള്ളം മാറ്റി കൊടുക്കാൻ നിൽക്കുന്നത്. ചിലതൊക്കെ ഞാനിപ്പോൾ 3-4 ദിവസമായിട്ടുള്ളൂ കേട്ടോ വെള്ളത്തിലിട്ട് വെച്ചിട്ട് വേരൊക്കെ വരുന്നുള്ളൂ. അപ്പോൾ എന്നാലും 2-3 കുറേ ദിവസം മുന്നേ ഇട്ട് വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ വെള്ളം മാറ്റാൻ കൂടെ എല്ലാതും കൂടെ വെള്ളം മാറ്റാന്നുള്ളതിൽ അങ്ങനെ ഞാൻ നിൽക്കാം കേട്ടോ. അപ്പോൾ മണി പ്ലാന്റാണ് കേട്ടോ അധികം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റ്സാണ് കേട്ടോ മണി പ്ലാന്റ് എന്ന് പറഞ്ഞത്. നല്ല ഭംഗിയല്ലേ വെള്ളത്തിലിട്ട് വെച്ചാലും, അതേപോലെ തന്നെ പോട്ട്സിൽ മണ്ണിൽ നമ്മൾ വെക്കുകയാണെങ്കിലും നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ്സാണ് കേട്ടോ. അപ്പോൾ 2-3 ഒക്കെ വെറൈറ്റി ഉണ്ട് മണി പ്ലാന്റിൻ്റെ, ഒരുപാടൊന്നുമില്ല കേട്ടോ. അങ്ങനെ അപ്പോൾ ഞാൻ ഇങ്ങനെ വെള്ളത്തിലിട്ട് വെച്ച് വേരൊക്കെ വന്ന് ഒരു മാസം അല്ലെങ്കിൽ 10-15 ദിവസമൊക്കെ കഴിഞ്ഞ ശേഷം ഞാൻ പിന്നെ അത് മണ്ണിലേക്ക് എടുത്ത് നടാം കേട്ടോ ചെയ്യൽ. സാധാരണ അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പ്ലാന്റ്സിലൊക്കെ വെള്ളം മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊക്കെ അതാത് സ്ഥാനത്ത് കൊണ്ടുവെക്കാം കേട്ടോ. അപ്പോൾ ഞാൻ കിച്ചണിലെ ജനലിൻ്റെ അവിടെ നമ്മൾ അഗ്ലോണിമ 2-3 വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വെക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വേര് വന്നതിന് ശേഷം ഇത് ഞാൻ മണ്ണിലേക്ക് നട്ടുകൊടുക്കും. അപ്പോൾ അഗ്ലോണിമൊക്കെ പെട്ടെന്ന് വേര് വരും കേട്ടോ വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ. വെള്ളം ഇടയ്ക്കിടയ്ക്ക് നമ്മൾ മാറ്റി കൊടുക്കണമെന്നുള്ളൂ. അങ്ങനെ ഇനിയിപ്പോൾ നമ്മൾ പുറത്തത്തെ കിച്ചണിലെ പ്ലാന്റ്സ് നമ്മൾ ആദ്യം ഇപ്പോൾ കുറേ ആയിട്ട് അവിടെ വേറൊരു മണി പ്ലാന്റ് ആയിരുന്നു, അത് മണ്ണിലട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത്. അത് മാറ്റി കൊടുത്തിട്ട് അവിടെ ഞാൻ വെള്ളത്തിലിട്ട് വെച്ചു. അതുപോലെ തന്നെ നമ്മൾ ഓവൻ്റെ മേലെ ഞാൻ അത് ഫിലോഡൻഡ്രോൺ ആട്ടോ വെച്ചിട്ടുള്ളത്, അതങ്ങനെ വെച്ചെടുത്തു. ഇനിയിപ്പോൾ ബാങ്ക് കൊടുക്കേണ്ട ടൈം. അപ്പോൾ മോനിസ് ബെല്ലടിച്ചു. അപ്പോൾ ഞാൻ പോയി നോക്കാം കേട്ടോ. അപ്പോൾ അവന് ബെല്ലടിച്ചങ്ങാണ്ട് കാലെഴുകാൻ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല പൊടിയല്ല, ഇപ്പോൾ അകത്തേക്ക് അങ്ങനെ കയറാനൊന്നും പറ്റില്ല. പിന്നെ കാല് നല്ല ചകിരിത്തുപ്പിട്ട് പുറത്തുനിന്ന് കഴുകിയിട്ട് തന്നെ ഞാൻ അകത്തേക്ക് കയറ്റുള്ളൂ കേട്ടോ. അങ്ങനെ ഇനിയിപ്പോൾ അതാ ഞങ്ങളെ ചായ കൂടിയും മഗ്‌രിബ് നിസ്കാരം ഓത്തെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് അന്ന് രാത്രിയിലേക്ക് ചോറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ, മക്കൾ സ്കൂളിലൊക്കെ പോയതല്ലായിരുന്നു. അപ്പോൾ ഞാൻ തലേന്നത്തെ ചോറുണ്ടായിരുന്നു, അത് തിളപ്പിച്ച് അങ്ങനെ തിന്നതായിരുന്നു കേട്ടോ. അപ്പോൾ രാത്രിയിലേക്ക് ഞാൻ ചോറൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ലിവർ ഉണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ. അപ്പോൾ ലിവർ വരട്ടാന്നുള്ളതിൽ പുട്ടുണ്ടാക്കാന്നുള്ളതിലാട്ടോ. അങ്ങനെ നല്ല കോമ്പിനേഷനല്ലേ ലിവർ വരട്ടിയതും പുട്ടും. അങ്ങനെയുള്ളതിൽ ഞാൻ നിസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് ഏഷസ്കാരമൊക്കെ കഴിഞ്ഞിട്ടാട്ടോ കിച്ചണിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ മഗ്‌രിബിൻ്റെ മുന്നേ ഫ്രിഡ്ജിൽ നിന്ന് ലിവർ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇനിയിപ്പോൾ ഞാൻ പുട്ടിനുള്ള പൊടി ഒന്നവിടെ കുഴച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ഇത്തിരി ഉലുവ, ഒരു 3-4 ഉലുവ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഉപ്പിട്ട വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പുതിരാനായിട്ട് ഒരു 10-20 മിനിറ്റ് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ടൈം കൊണ്ട് നമുക്ക് ലിവറിലേക്കുള്ള മസാലയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ മസാലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെറിയുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു പിടിയോളം എടുത്തിട്ടുണ്ട് ചെറിയുള്ളി, അത്യാവശ്യം വലിയ ചെറിയുള്ളിയാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഒരു പിടി എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ അതുപോലെ തന്നെ കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഞാൻ മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒന്ന് നല്ല നമ്മൾ ചതച്ചല്ല, ചെറുതായിട്ടൊന്ന് അരച്ചെന്നെ എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ടായിട്ട് അരക്കുമ്പോൾ അങ്ങനെ. പിന്നെ ഞാൻ വലിയ ജീരകവും കുറച്ച് ഇട്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതും കൂടി ഇട്ടിട്ടൊന്ന് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനൊരു കുക്കറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ഞാൻ നമ്മളെ ലിവർ കഴുകി ക്ലീനാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുളക് പൊടി, കാശ്മീരി മുളക് പൊടി കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്, അത്യാവശ്യം കളറൊക്കെ ഉണ്ടായിക്കോട്ടെ എന്നുള്ളതിൽ. അങ്ങനെ പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഒരളവിന്. അതായത് ഇപ്പോൾ ലിവർ 250 അല്ല 500 ഇല്ല കേട്ടോ, ഒരു 300-350 അത്രേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതിനനുസരിച്ചുള്ള മസാലപ്പൊടികളൊക്കെ നമുക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ നമ്മൾ മീറ്റ് മസാലേൻ്റെ പൊടിയില്ലേ, ബീഫിലേക്ക് നമുക്ക് ചിക്കനിലൊക്കെ ഇടാം. അങ്ങനെ മീറ്റ് മസാലേൻ്റെ പൊടിയാകുമ്പോൾ അത് ഞാൻ ഇട്ടെടുത്തിട്ടുണ്ട് കുറച്ച്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ട് ഒന്ന് നല്ല കുഴച്ചെടുക്കട്ടെ കൈ കൊണ്ട്. പിന്നെ ഇതിലേക്ക് ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ച് കൊടുക്കണ്ടേ, ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട. നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച ലിവർ ആയതുകൊണ്ട് തന്നെ അതിന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഗ്രേവി ആവശ്യമുണ്ടല്ലോ, അപ്പോൾ ഞാൻ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഇതൊന്ന് വേവിച്ചേക്കാം. അപ്പോൾ കറിവേപ്പില കുറച്ച് അധികം ഇട്ട് കൊടുക്കട്ടെ, അതിൻ്റെ അടുത്ത് കറിവേപ്പില കഴിഞ്ഞിരുന്നു. അപ്പോൾ ഞാൻ ഉള്ളത് ഇട്ട് കൊടുത്തിട്ട് അങ്ങനെ വേവിക്കാൻ വെച്ചതാണ്. ഇനിയിപ്പോൾ അത് വെന്ത് വരട്ടെ.
ആ ടൈം കൊണ്ട് നമുക്ക് കുറച്ച് നാരങ്ങ കട്ട് ചെയ്യാണ്ട് കേട്ടോ. ചെറുനാരങ്ങയാണിത്. അപ്പോൾ കുറേ ദിവസമായിട്ടുണ്ട് ഇത് കൊണ്ടുവന്നിട്ട്. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ വെള്ളം കലക്കാനും ഓരോ ആവശ്യത്തിനും ഇങ്ങനെ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ച് എടുത്തുകൊണ്ട് കട്ടാക്കാൻ കേട്ടോ. ഇത് ഞാൻ ഉപ്പിലിട്ടേക്കാന്നുള്ളതിൽ അങ്ങനെ കട്ടാക്കാൻ കേട്ടോ. അപ്പോൾ കുറച്ച് നമ്മൾ നാരങ്ങ നല്ലത് നോക്കി എടുത്ത് വെച്ചിട്ടുണ്ടായി. ബാക്കിയുള്ളത് കട്ടാക്കിയിട്ട് ഉപ്പിൽ ഇട്ടേക്കാന്നുള്ളതിലാട്ടോ. അങ്ങനെ പിന്നെ എൻ്റെ ഒരു സ്വഭാവമായിട്ട് നമുക്ക് അച്ചാറോ അല്ലെങ്കിൽ മാങ്ങയോ നാരങ്ങ എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഉപ്പിലിട്ടതോ അല്ലെങ്കിൽ അച്ചാറോ എന്തെങ്കിലും ഒന്നും ഇല്ലാഞ്ഞാൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അധികം എന്തെങ്കിലുമൊക്കെ അച്ചാറുണ്ടാവും, ഇല്ലെങ്കിൽ നാരങ്ങെങ്കിലും ഉപ്പിലിട്ടൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ആകുമ്പോൾ നമുക്ക് കറിയായിട്ട് ഒന്നും ഇല്ലെങ്കിൽ ഇനി മീനൊന്നും ഇല്ലെങ്കിൽ നമുക്കൊരു നാരങ്ങ അല്ലെങ്കിൽ മാങ്ങയൊക്കെ എടുത്തിട്ട് മുളക് ചാലിച്ച് ചോറുന്നാലോ. അങ്ങനെ അപ്പോൾ ഇല്ലാഞ്ഞാൽ ഒരു സമാധാനക്കേടാണ്. അതിപ്പോൾ എനിക്കെന്നല്ല, കുഞ്ഞിരായ്ക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒന്നും ഇല്ലെങ്കിൽ അച്ചാർ ഇല്ലെങ്കിൽ ഉപ്പിലിട്ടില്ലെങ്കിൽ നാരങ്ങ കഴിഞ്ഞാൽ അല്ലെങ്കിൽ മാങ്ങ കഴിഞ്ഞാൽ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും കേട്ടോ. അതൊരു സ്വഭാവമാണ്, എന്താണെന്നറിയില്ല, അങ്ങനെയാണ്. രണ്ടൊക്കെ അങ്ങനെ തന്നെയാണ്. അച്ചാറില്ലെങ്കിൽ അല്ലെങ്കിൽ ഉപ്പിലിട്ടില്ലെങ്കിൽ ഒരു സമാധാനക്കേടാണ് കേട്ടോ. അപ്പോൾ എപ്പോഴും നാരങ്ങ മാങ്ങ എന്തെങ്കിലുമൊക്കെ സ്റ്റോക്ക് ഉണ്ടാവും. അങ്ങനെ ഇല്ലെങ്കിൽ വെളുത്തുള്ളി അച്ചാറാണ് അധികം ഉണ്ടാവുക, ഇല്ലെങ്കിൽ ഉപ്പിലിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ ഈ ഉപ്പിലിട്ടത് ഏകദേശം ഒരു വർഷമൊക്കെ അടുത്തായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മൾ ഒരുപാടൊന്നും കൂട്ടില്ല, ചെറിയ കഷ്ണമൊക്കെ എടുത്തല്ലോ കൂട്ടുള്ളൂ. അങ്ങനെ അപ്പോൾ ഇത് നല്ല അരിഞ്ഞിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അങ്ങോട്ട് നമുക്കിത് തുറക്കുമ്പോൾ തന്നെ വായന്ന് വെള്ളം. ഇപ്പോൾ ഞാൻ പിന്നെ സൗണ്ട് കൊടുക്കുമ്പോൾ തന്നെ എനിക്ക് വായന്ന് വെള്ളം വരാം കേട്ടോ കാണുമ്പോൾ. അങ്ങനെ അപ്പോൾ ഇതിൽ ഞാൻ കാന്താരി മുളകും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാന്താരി മുളകൊക്കെ അലിഞ്ഞതായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളിപ്പോൾ ഉപ്പിലിട്ടതിൻ്റെ മേലേക്ക് നമ്മൾ പഴയത് ഒഴിച്ചു കൊടുത്തിട്ടാണ്. ഇനി അതവിടെ ഇരുന്ന് സെറ്റായിക്കോളും. അങ്ങനെ ഈ നാരങ്ങ നെല്ലിക്കൊക്കെ ഉപ്പിലിട്ട് ഞാൻ അധികം എപ്പോഴാണ് കഴിക്കുക. നമ്മൾ ചോറ് ഇന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു മനം പുരട്ടൽ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ഞാൻ ചെറിയൊരു കഷ്ണം നാരങ്ങയൊക്കെ എടുത്ത് വായിലിട്ട് അങ്ങനെ അലിഞ്ഞ നാരങ്ങല്ല അങ്ങനെ അലിഞ്ഞു പോകും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും അങ്ങനത്തെ സ്വഭാവമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ അച്ചാറും നാരങ്ങക്കൊക്കെ സ്റ്റോക്ക് വേണമെന്നുള്ള സ്വഭാവമുള്ളവർ അങ്ങനെയൊക്കെ. ഇനിയിപ്പോൾ നമ്മൾ നാരങ്ങയൊക്കെ ഞാനവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പുട്ട് ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ പിന്നെ പൊടി കുഴച്ച് വെച്ചിട്ട് 10-20 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പുട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങട്ടെ. അപ്പോൾ പൊടിയൊക്കെ നല്ല നമ്മൾ ഡബിളായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ എന്താണ് റെഡിമെയ്ഡ് ഈ പുട്ടുപൊടി അങ്ങനെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ലിവർ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ലിവർ വേവിക്കാൻ വെച്ചിട്ട് 2 വിസിൽ വന്നതിന് ശേഷം പിന്നെ ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഒരു 3-4 വിസിലടിച്ച് ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാൻ നിൽക്കണം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ ഒരു വിസിലും കൂടെ അടിച്ചിട്ട് പിന്നെ സ്റ്റൗ ഓഫ് ചെയ്തു. അപ്പോൾ പിന്നെ ഞാനിത് കുക്കർ തുറന്ന് നോക്കിയപ്പോൾ വെള്ളമൊന്നും ഇല്ല കേട്ടോ. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമ്മൾ ഇത്തിരി വെള്ളം ഒഴിച്ചിരുന്നല്ലോ, അതൊക്കെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ ലിവർ ഒന്ന് വരട്ടിയെടുക്കണ്ടേ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചീനച്ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കൊടുക്കട്ടെ. വെളിച്ചെണ്ണ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 2 പച്ചമുളക് കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. അപ്പോൾ പെരിഞ്ചീരകം ഒന്ന് പൊട്ടി വരും. ഇഞ്ചും വെളുത്തുള്ളിയും കട്ടാക്കിയതുണ്ടായിരുന്നു, അതാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ അതൊന്ന് മൂപ്പിച്ചെടുക്കാം. അതിന് ശേഷം ഞാൻ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു വലിയ സവാളാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ നീളത്തിൽ കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സവാള ഒന്ന് നല്ല വാട്ടിയെടുക്കട്ടെ. അപ്പോൾ ഞാൻ ഈ മസാലയ്ക്ക് ഇത്തിരി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലിവർ വേവിക്കാൻ വെക്കുമ്പോൾ ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ ഈ സവാള ഒന്ന് വാടാനുള്ള പിന്നെ ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ പുട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് ഞാനിങ്ങനെ കുത്തി കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇനിയിപ്പോൾ സവാളൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ച ലിവർ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ ലിവറിൽ വെള്ളം ഇല്ല കേട്ടോ തീരെ. അപ്പോൾ നമുക്ക് ഒത്തിരി ഗ്രേവി ആവശ്യമുണ്ടല്ലോ. അപ്പോൾ ഞാൻ കുക്കറിൽ കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാല പൊടിച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇളക്കി കൊടുക്കുകയാണേ. പിന്നെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വെക്കും. പിന്നെ നമ്മൾ ഇളക്കുമ്പോൾ ഹൈ ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കും. അങ്ങനെ ഒരു 10 മിനിറ്റോളം ഞാനിങ്ങനെ ഇളക്കി ഇങ്ങനെ വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അടിപൊളി ടേസ്റ്റുള്ള ലിവർ വരട്ടി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയിലൊക്കെ നമ്മൾ കയ്യിൽ കറിവേപ്പില ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. നല്ല ടേസ്റ്റാണ്. നമ്മളെ വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടെ ആകുമ്പോൾ നല്ല ടേസ്റ്റ് അല്ലേ. അപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ല കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാഞ്ഞത്. അങ്ങനെ ഇപ്പോൾ ഞാൻ കുറച്ച് മല്ലിയിലുണ്ടായിരുന്നു, അത് ഇതുപോലെ കട്ടാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവിയൊക്കെ നല്ല വറ്റി നമ്മളെ കളറൊക്കെ നല്ല മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ഡാർക്ക് കളറായിരുന്നു കേട്ടോ, പക്ഷേ വീഡിയോയിൽ അത്ര അങ്ങനെയല്ല. അങ്ങനെ അപ്പം നമ്മൾ ലിവർ വരട്ടിയത് അവിടെ സെറ്റായിട്ടുണ്ട്. പുട്ടും എല്ലാം സെറ്റായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ് ഞങ്ങൾ.
അപ്പം ഞാൻ കുടിക്കാൻ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ തിളപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് കഴിക്കണ മുന്നേ നമ്മൾ ഈ കിച്ചണിൽ നമുക്ക് അകത്തേക്ക് കയറണമല്ലോ. അപ്പോൾ ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് അകത്തേക്ക് കയറാം അങ്ങനെയുള്ളതിൽ. പിന്നെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ TV കണ്ട് പിന്നെ ഫുഡ് കഴിക്കണം. അപ്പോൾ അവിടെ ഇങ്ങനെ ഇരുന്ന് പോകും. അപ്പോൾ ഞാനും ക്ലീനാക്കൽ നമ്മൾ ഈ കിച്ചണിൽ ക്ലീനാക്കൽ കഴിഞ്ഞാൽ അകത്തേക്ക് കയറിയാൽ പിന്നെ അതില്ലല്ലോ അങ്ങനെ. ഇനി ഇതാ ഞാൻ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് ക്ലീനാക്കാണ്. അതിൻ്റെ ഇടയിൽ കുറേ പാത്രമൊക്കെ കഴുകാണ്ടായിരുന്നു കേട്ടോ, അതും കഴുകുന്നുണ്ട് അങ്ങനെ. അങ്ങനെ ഇതപ്പം നമ്മളെ കൗണ്ടർ ടോപ്പ് തുടക്കലും പാത്രം കഴുകലും സിങ്ക് കഴുകലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാം. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ പറയുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടും പിന്നെ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. പിന്നെ നമ്മളെ വീഡിയോനെ പറ്റി എന്തെങ്കിലുമൊക്കെ ഒരു കമൻറ്റ് എഴുതാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോയുമായി കാണുന്നവരെ ഓക്കെ ബായ്, അസ്സലാമു അലൈക്കും.